ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ GTA 5 നമ്മൾ അലോവിയിൽ കയറ്റാൻ പോവുകയാണ് ഗൈസ്. അലോയി നമ്മൾ കയറ്റാൻ പോവുകയാണ്. അലോയി എന്ന് പറയുന്ന ഒരു അലോയിൻ്റെ മോള് നമ്മൾ കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ കുറേ ആ വീഡിയോ ഒന്നും ഞാൻ അധികം കണ്ടില്ല. ഓക്കെ, വീഡിയോ ഒന്നും കണ്ടില്ല. എന്നപ്പോൾ ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, കുറച്ച് തോനെ നേരമുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഇത് കുറച്ച് പണിയാണ് ഗൈസ്. ഓക്കെ, ഇത് ചെയ്യാൻ ഫസ്റ്റിൽ കുറച്ച് പണി ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, മാക്സിമം എല്ലാവരും ഫട്ടാഫട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, ഒക്കെ കൊടുത്തേക്കും. ഓക്കെ, ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഇത്രയും ഫയൽ ഉണ്ടാവും. ഓക്കെ, 1 2 3 4 5 6 7 ഫയലുണ്ട്. ഓക്കെ, 7 ഫയലുണ്ട്. അപ്പോൾ ഈ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഫയൽ പോയല്ലോ, ഇതൊക്കെ ഫയൽ ഓപ്പൺ ആക്കാം. ഓക്കെ, ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ ഫയൽ എന്ന് വെച്ചാൽ ഒന്ന് ഓഫ് റോഡിൻ്റെ അലോവിയിലാണ്. ഓക്കെ, അലോവിയാണ് ഓഫ് റോഡിൻ്റെ അലോവി. രണ്ടാമത്തേത് ഈ ഒരു അലോവിയാണ്, HQB റിംസ് എന്ന് പറയുന്ന ഒരു അലോവിയാണ്. ഓക്കെ, ഇത്ര അലോയിലാണ് ഇതുണ്ടാവുക, അലോയാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത്രയും ഉണ്ടാവും. ഓക്കെ, ഇത്രയും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കയറ്റാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് കയറ്റണം. എന്നാൽ കുറച്ച് നമ്മൾ ഗെയിം കുറച്ചുകൂടി നല്ല വൃത്തിയാകും ഗൈസ്. ഓക്കെ, ഇതാണ് അടുത്തതിലുള്ള വൂസ് ആൻഡ് ബി റിംസ് പാക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്. നെക്സ്റ്റിൽ ഇത്രയാണുള്ളത്. ഓക്കെ, അടുത്തതിൽ വരുന്നതെന്ന് വെച്ചാൽ അടുത്തതിൽ കുറച്ച് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും മോഡാണ് നമ്മൾ ഗൈസ് ഇന്ന് കയറ്റാൻ പോകുന്നത്. ഇത് ഒരു അലോയിൻ്റെ മോഡാണ്. അപ്പോൾ ഗൈസ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മോഡൊക്കെ ഉണ്ടാക്കിയ ബയാൻ അസ്ഗർ എന്ന് പറയുന്ന ഒരാളാണ്. എല്ലാം അവൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കാണിച്ചത് അമ്മേ കണ്ടില്ല, ഒക്കെ അവൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു മോഡ് കൂടി ഉണ്ട്, അത് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. JDMൻ്റെ വീടിൻ്റെതാണ്. അത് ജസ്റ്റ് ആ ഇതിൽ കയറി നേരെ ഇവിടെ ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മോഡ് ഇൻസ്റ്റാളേഷനിലേക്ക് എടുക്കാം. ഓക്കെ, മോഡ് ഇൻസ്റ്റാളേഷനിൽ നമ്മൾ വിൻറാർ വേണം. ഓക്കെ, നിങ്ങൾക്ക് മെയിനായിട്ട് വിൻറാർ വേണം. ഇതൊക്കെ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് യൂസ് ആക്കുന്നതാണ്, അല്ലെ വിൻറാർ വെച്ചാക്കുന്നതാണ് ഒന്നാമത് നല്ല പണിയുണ്ട്. ഓക്കെ, ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇതാ HQ റിമ്മിൽ 2 എണ്ണം ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് സോർട്ട് ചെയ്യാണ്. അടുത്ത ബൂസനിൽ 3 എണ്ണം, JDM ഓഫ് റോഡ്. ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ HQയിൽ 2 എണ്ണം ഉണ്ട്. നമുക്ക് ഫസ്റ്റിൽ HQൻ്റെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ HQB റിമിൻ്റെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് ഓപ്പൺ ഐ വി വേണം. ഓക്കെ, നമ്മളിപ്പോൾ ഓപ്പൺ ഐ വി ജസ്റ്റ് സൈഡിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ HQB റിമിൻ്റെ രണ്ടാമത്തെ ഫയൽ, ജസ്റ്റ് ഫസ്റ്റത്തെ ഫയൽ HQB റിം പാക്ക് 2 ആണ് നമ്മൾ എടുക്കുന്നത്. 2ഉം 3ഉം ആണുള്ളത്. അതിൽ 2 ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, 2 എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ആക്കി വെക്കാം. ഇങ്ങനെ മുകളിലോട്ടേക്ക് ആക്കി വെക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അത് വിൻഡോസ് 11 തോന്നുന്നുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, HQB റിം പാക്ക് 2 ആണ് ഗൈസ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ആ 2 എങ്ങനെ കയറ്റാന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ലാസ്റ്റ് ടെക്സ്ചറിൻ്റെ ഫിക്സിങ് ഒക്കെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വരത്തില്ല, ഈ വീഡിയോ നോക്കി ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നിങ്ങളുടെ ഗെയിമിൻ്റെ വേർഷൻ ലേറ്റസ്റ്റ് ആണോ നോക്കുക. ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഇത് വർക്കാവും. ഓക്കെ, ലേറ്റസ്റ്റ് ആണെങ്കിൽ ചെറിയ ടെക്സ്ചർ ബഗ് ഉണ്ടാവുക. ഞാൻ ലാസ്റ്റ് ഫുൾ ക്ലാരിഫൈ ചെയ്തിരുന്നുണ്ട് അതിപ്പോൾ ഇങ്ങനെ പോക്കാന്നൊക്കെ. കുറച്ചുകൂടി ഓൾഡ് വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. 1.16.1 അങ്ങനത്തെ ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഗൈസ്. ഓക്കെ ഓക്കെ, ഫസ്റ്റത്തെ പാക്ക് 2 HQ ബിയർ ഇമ്പാക്ട് 2 അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക വിൻഡർ ഉപയോഗിച്ച്. എന്നിട്ട് നമ്മൾ ആഡോൺസ് ലൈക്ക് വിൻഡർ ഉപയോഗിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആഡോൺസും കാണാം, റീപ്ലേസും കാണാം. അതിൽ നമ്മൾ ആഡോൺസ് ഓപ്പൺ ചെയ്യുക. ആഡോൺസ് ഓപ്പൺ ചെയ്താൽ ഇത്രയും 4 ഫയൽ കാണാൻ പറ്റും. ഒന്ന് റെഡ്മി, ഒന്ന് അപ്ഡേറ്റ്, ഒന്ന് ടെക്സ്ചർ, ഒന്ന് DLC പാച്ച്. ഇത് ഫസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് കയറുക, എന്നിട്ട് X64 കയറുക. അത് കഴിഞ്ഞാൽ നമ്മൾ DLC പാക്ക് കയറുന്ന ഈ ഒരു ഫയൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്ന അറിയാം, ഓപ്പൺ ഐ വിയിൽ നമ്മൾ മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് കയറുക. ലൈക്ക് ഇത് തന്നെ DLC പാക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഫയൽ ഉണ്ടാവില്ല, HQ ബിയർ ഇമ്പാക്ട് 2 എന്ന് പറയുന്ന ഈ ഒരു പാക്ക്. അത് ഈ ഒരു ഫയൽ, ഈ ഒരു ഫോൾഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചുകൊണ്ട് നെക്കി പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അതിന് മുമ്പേ നിങ്ങൾ എഡിറ്റ് മോഡ് ഓൺ ആണോ നോക്കുക. ഓക്കെ, ഈ ഒരു എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്തിട്ട് യെസ് കൊടുക്കുക. ഓക്കെ, അത് പിന്നെ വേറെ ഒന്നുകൂടി നോക്കാണ്ട് ഈ ASI മാനേജർ ഫുൾ ഇൻസ്റ്റാൾ ആണോ നോക്കുക. ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് പിടിച്ച് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും അടിയിൽ HQ ബിയർ ഇമ്പാക്ട് 2 എന്ന് പറയുന്ന ഫോൾഡർ വന്ന് ഇനി നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, GT5 ഫോൾഡറിൽ ഒന്നുകൂടി പോയിട്ട് നിങ്ങൾ മോഡ്സ് കയറിയിട്ട് അപ്ഡേറ്റ് പോയിട്ട് update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോയിട്ട് ഈ ഒരു ഫോൾഡറിൻ്റെ പേരുണ്ടല്ലോ, ആ ഫോൾഡറിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കോപ്പി ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഓക്കെ, റീനെയിം ചെയ്ത് കോപ്പി ചെയ്തെടുത്തു. ഈ ഒരു ഫോൾഡറിൻ്റെ നെയിം അങ്ങനെ കോപ്പി എടുക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റീനെയിം കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നിങ്ങൾ കോമണിൽ പോവുക. ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ DLC-list.xml എഡിറ്റ് കൊടുക്കുക. DLC-list.xml കയറുക. എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും. സാധനമൊക്കെ പോയല്ലോ. അങ്ങനത്തെ ഫോൾഡർ ഓപ്പൺ ആയി വരും. ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ലാസ്റ്റ് കിടക്കുന്ന ഈ ആരോൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് Ctrl+D അടിക്കുക. അടിക്കുന്ന നേരം ഒന്നും കൂടി അതുപോലത്തെ സെയിം സാധനം നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി വരും. എന്നാൽ നടുവിൽ ഡബിൾ ടാപ്പ് ചെയ്ത് പൂക്കുക. ഈ 2 സ്ലാഷ് അവിടെ തന്നെ വേണം. എന്ന് ജസ്റ്റ് Ctrl+V അടിക്കുക. അപ്പോൾ ഇത് നെയിം നമ്മൾ ഇവിടെ വരും. ഓക്കെ, അത് കഴിഞ്ഞ് ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ യൂസ് ആക്കുക. ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ DLC-list.xml ഓപ്പൺ ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് Ctrl+D. അപ്പോൾ സെയിം സാധനം തന്നെ വരും. ഇതിൻ്റെ നടുവിൽ ഈ ഒരു പേരുണ്ടാവുമല്ലോ, ഈ ഒരു ബാക്കിയുള്ളതൊന്നും നമ്മൾ പോക്കാറ്. ഈ നടുവിലുള്ള ആ ഒരു പേര് ജസ്റ്റ് ഒന്ന് പോക്കിയിട്ട് Ctrl+V അടിക്കുക. അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് GT5 ഡയറക്ടറി പോയിട്ട് നെക്സ്റ്റ് ഫയൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ DLC പാച്ചാണ്. ഓക്കെ, DLC പാച്ച് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോയിട്ട് update.rpf പോയിട്ട് DLC പാച്ച് ഫസ്റ്റ് പറഞ്ഞുതരാം. GT5 ഡയറക്ടറി പോയിട്ട് മോഡ്സ് പോയിട്ട് അപ്ഡേറ്റ് പോയിട്ട് update.rpf പോവുക. update.rpf പോകുന്ന DLC പാച്ച് എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റിയ ഒരു ഫോൾഡർ. ആ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു മുകളിലുള്ള DLC പാച്ച് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവില്ല, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്ന ഇതിൻ്റെ അകത്ത് അതേ സെയിം പേരുള്ള ഒരു ഫോൾഡർ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും. വെയിറ്റാക്ക് അടിയിൽ വന്ന് കാണാൻ പറ്റും. അടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ പേര് കോപ്പി ചെയ്യേണ്ട. നെക്സ്റ്റ് ഈ റീഡ്മി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് എക്സ്ട്രാ ടൈറ്റിൽ അപ്ഡേറ്റ് data എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഉണ്ടാവല്ലോ, അതിൻ്റെ അടിയിൽ ഒരു ഐറ്റം മുതൽ ലാസ്റ്റ് ഈ ഒരു ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഇവിടെ മുതൽ മുകളിലത്തെ ഐറ്റം വരെ കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് അത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ GT5 ഡയറക്ടറി പോയിട്ട് മോഡ്സ് പോയിട്ട് അപ്ഡേറ്റ് പോയിട്ട് update.rpf കോമൺ ഡാറ്റയിൽ പോവുക. എന്നിട്ട് എക്സ്ട്രാ ടൈറ്റിൽ update data.meta എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോവാം.
ലൈക്ക് ഏറ്റവും അടിയിലേക്ക് പോവുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് ലാസ്റ്റ് ഐറ്റം ആരോൻ്റെ അവിടെ കൊണ്ടുവന്ന് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുന്നത് ഒരു വേറൊരു ലൈൻ ഓപ്പൺ ആയി വരിക. അവിടെ നമ്മൾ കൺട്രോൾ+V അടിക്കുക. അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ കൺട്രോൾ+V അടിച്ചു പേസ്റ്റ് ചെയ്ത് ആ ഒരു ഫയലിൻ്റെ ലാസ്റ്റത്തെ ഈ ഒരു ആരോൻ്റെ അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക. ബാക്ക് സ്പേസ് അടിക്കുന്നത് ഇതാ അതേ ലെവലിൽ വരും, അതേ ലെവൽ. ഓക്കെ, എന്തായാലും സേവ് ചെയ്യാം. ഓക്കെ, അതും കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടെക്സ്ചർ എന്ന് അറിയുന്ന ഫോൾഡറാണ്. ഈ ടെക്സ്ചർ എന്ന് അറിയുന്ന ഫോൾഡർ ചെയ്യാൻ നിങ്ങളുടെ GTA 5 മോഡ്സിൽ അപ്ഡേറ്റ് കയറാം. ഓക്കെ, മോഡ്സ് കയറിയിട്ട് അപ്ഡേറ്റ് പോയിട്ട് X64 പോയിട്ട് DLC പാക്ക് കയറുന്ന നേരം അവിടെ നമ്മൾ പാച്ച് ഡേ 9 ഈ ഒരു പാച്ച് ഡേ 9 എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ വേണം. ഈ ഒരു ഫോൾഡർ നിങ്ങളെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ GTA 5 മെയിൻ ഡയറക്ടറി പോയിട്ട് അവിടെ നിങ്ങൾ അപ്ഡേറ്റ് പോവുക. അപ്ഡേറ്റ് പോയിട്ട് X64 പോവുക, DLC പാക്ക് പോവുക. അവിടെ നമ്മൾ പാച്ച് ഡേ 9NG കാണാൻ പറ്റും. ഈ ഒരു പാച്ച് ഡേ 9NG ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നേരം ഇവിടെ കോപ്പി ടു മോഡ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഒരു കോപ്പി ടു മോഡ്സ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നേരം നിങ്ങളുടെ മോഡ്സ് ഫോൾഡറിൽ പാച്ച് ഡേ 9NG എന്ന് പറയുന്ന ഫോൾഡർ വരും. ഓക്കെ, ഇതാ ലൈക്ക് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിരുന്നു. എന്നിട്ട് ആ ഫോൾഡർ ഓപ്പൺ ആക്കി DLC.rpf കയറി X64 കയറിയിട്ട് ലെവൽസ് പോയിട്ട് GTA 5 കയറിയിട്ട് vehicle.rpf കയറി വെക്കുന്നേരം എന്നപ്പോൾ അവിടെ ഒരു VShare YTD എന്ന് പറഞ്ഞ സാധനം വേണം. ഓക്കെ, VShare അങ്ങനത്തെ ഒന്ന് അറിയാം. VShare എന്ന് പറയുന്ന ഫോൾഡർ വേണം ഇവിടെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഫോൾഡർ എൻ്റെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ GTA 5 മെയിൻ ഡയറക്ടറി പോവുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി സൈസ് കുറയ്ക്കാണ്. ഓക്കെ, എന്നാലും നിങ്ങൾ എന്താക്കാന്ന് വെച്ചാൽ ഏറ്റവും അടിയിലേക്ക് പോവുക. ലൈക്ക് ഏറ്റവും അടിയിലേക്ക് പോവുക. അടിയിലേക്ക് പോകുന്നേരം റേജ് പാക്കേജ് ഫയലിൽ നിന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ X64 എന്ന് അറിയുന്ന ഒരു RPF ഫയൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് ഇതാ ഇവിടെ കോപ്പി ടു മോഡ് ഇതാ നേരത്തെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോപ്പി ടു മോഡ്സ് അല്ല, ഷോയിങ് മോഡ് ഫോൾഡർ അങ്ങനത്തെയാണ് കാണാൻ പറ്റും. ഓക്കെ, അല്ല കോപ്പി ടു മോഡ്സ് ആണ് കാണാൻ പറ്റുക. ഇത് ഒന്നാമത് എൻ്റെ X64 എൻ്റെ മോഡ് ഫോൾഡറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കോപ്പി ടു മോഡ് ഫോൾഡർ നേരത്തെ ചെയ്യുന്നവരെ കാണും, അവിടെയാണ് നിൽക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കണ്ട, ഇപ്പോൾ നമുക്ക് ഇത് കോപ്പി ഒന്നും ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് ലെവൽസ് പോവാം. ലെവൽസ് പോയിട്ട് GTA 5 പോവുക. GTA 5 പോയിട്ട് vehicle.rpf പോവുക. vehicle.rpf പോയിട്ട് അവിടെ നമ്മൾ VShare നടിക്കുക. ഓക്കെ, ഓക്കെ, ഈ ഒരു ഫോൾഡർ ഇങ്ങനെ തന്നെ അടിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. VShare.ytd എന്ന് പറയുന്നത് ഈ ഒരു ഫോൾഡർ എന്താക്കാന്ന് അറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഡെസ്ക്ടോപ്പ് കൊണ്ടുവന്നിടുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡെസ്ക്ടോപ്പ് കൊണ്ടുപോയിടുക. ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പ് എടുക്കും, കാരണം നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഇടണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഓക്കെ GTA 5 മെയിൻ ഡയറക്ടറി പോയിട്ട് മോഡ്സ് പോയിട്ട് അപ്ഡേറ്റ് പോയിട്ട് X64 പോയിട്ട് DLC പാക്ക് പോവുക. DLC പാക്ക് പോയിട്ട് ഏറ്റവും അടിയിൽ പാച്ച് ഡേ 9NG കാണാൻ പറ്റും. പാച്ച് ഡേ 9NG അതിൽ കയറിയിട്ട് DLC.rpf പോയിട്ട് X64 പോയിട്ട് ലെവൽസ് പോയിട്ട് GTA 5 പോയിട്ട് vehicle.rpf കൊണ്ടുപോയി vehicle.rpf പോവാം. ഇപ്പോൾ ഒന്നുമില്ല കൈസ് എൻ്റെ VShare YTD. അത് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പ് കൊണ്ടുവന്ന് ഇട്ടില്ലേ VShare.ytd. അത് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റിൽ ചെയ്യുന്നേരം മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. ഇല്ല, പിന്നെ ഫുൾ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, VShare YTD എന്ന് പറയുന്നത് ഫോൾഡർ നമ്മൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വലിപ്പം കൂട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡെസ്ക്ടോപ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ആക്കാം. ഓക്കെ, ഡിലീറ്റ് ആക്കിയിടാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ VShare.ytd നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നേരം ജസ്റ്റ് ഒന്നല്ല എഡിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നേരം ഞാൻ ജസ്റ്റ് സൈസ് ഓക്കെയാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യുന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 47 എന്നറിയുന്ന ഇത് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് കയറുന്ന 47 ആണ് കാണുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ വിൻഡ് ബാറിൽ കയറിയിട്ട് ടെക്സ്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, അവിടെ Ctrl+A അടിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ഫോൾഡർ സെലക്ട് ആയിരിക്കുന്ന ഫോൾഡറൊക്കെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടാം. 111 ഇതാവും. ഓക്കെ, അപ്പോൾ കുറേ സാധനങ്ങൾ വന്നില്ലേ, ADV1 അതൊക്കെ വന്ന് നെക്സ്റ്റ് സേവ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇതൊന്ന് സേവ് ആവാനാണ്. ഓക്കെ, ഈ സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ മോഡ് നമ്മൾ കഴിഞ്ഞ്
ഇനി നമുക്ക് വിഷ്വൽ വൈറ്റിയിൽ ഒന്നും നമുക്ക് ഇങ്ങോട്ട് ഇടണ്ട. ഇനി നമ്മൾ സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്നാമത്തെ കഴിഞ്ഞ് 2 കഴിഞ്ഞ് നെക്സ്റ്റ് 3ാമത്തെ ഫയൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡോണും റിപ്ലേസും വരും. അതിൽ അഡോണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഫയൽ വരും. 3 ഫയൽ മോഡ്സ് കയറുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് കൊണ്ടുവന്ന് നമ്മൾ അപ്ഡേറ്റ് പോവുക, X64 DLC പാക്ക് ഇവിടെ ഈ ഒരു ഫയൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ദെൻ നിങ്ങളതുപോലെ തന്നെ ഡയറക്ടറി പോയിട്ട് മോഡ്സ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോയിട്ട് അവിടെ DLC list.xml കൊണ്ടുപോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. Ctrl+D അടിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കോപ്പിയാണ്. ഈ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലത്തെ പേര് പോക്കുക, ജസ്റ്റ് Ctrl+V അടിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫയലാണ്. രണ്ടാമത്തെ ഫയൽ DLC പാക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അതിന്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്ടറി പോയിട്ട് DLC പാച്ചാണ് ഇടാനുണ്ട്. നെക്സ്റ്റ് DLC പാച്ച് ഓപ്പൺ ആക്കുന്നത് നേരത്തെ പോലെ തന്നെ അപ്ഡേറ്റ് പോവുക, മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, update.rpf പോവുക, DLC പാച്ച് പോവുക. DLC പാച്ച് അപ്പോൾ നിങ്ങൾക്ക് DLC പാച്ച് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നമ്മൾ ഓപ്പൺ ആക്കിയ ഈ DLC പാച്ച് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ വന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GTA5 ഡയറക്ടറി പോവുക, മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, update.rpf പോവുക, കോമൺ പോവുക, ഡാറ്റയിൽ പോയിട്ട് extra title update data.meter ആ ഒരു ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഓക്കെ ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ഇതിനകത്തുള്ള റീഡ്മി ഓപ്പൺ ആക്കുക. റീഡ്മി ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഈ എക്സ്ട്രാ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഐറ്റത്തിൻ്റെ അപ്പുറത്തുള്ള ആരോൻ്റെ അപ്പുറത്ത് നമ്മൾ കേഴ്സർ കൊണ്ടുവന്നിക്കുക, ഇവിടെ കൊണ്ടുവന്നിക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക, ജസ്റ്റ് Ctrl+V. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ കേസ്. ഓക്കെ, അതും കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ടെക്സ്ചറാണ്. ഈ ഒരു മോഡൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് വെച്ചാൽ DLC പാക്കും കഴിഞ്ഞ് DLC പാച്ചും കഴിഞ്ഞ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടെക്സ്ചറാണ്. ടെക്സ്ചർ ചെയ്യാൻ വേണ്ടി മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് പോവുക. അതിൽ പാച്ച് ഡേ നാനഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ കയറാം. ഓക്കെ, എന്നിട്ട് DLC.rpf പോവുക, X64 പോവുക, ലെവൽസ് പോയിട്ട് GTA5 പോവുക, vehicle.rpf പോവുക, വിഷെയറിൻ്റെ അടുത്ത ഫയൽ vshare.ytd പോവുക. ഓക്കെ, അവിടെ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് എഡിറ്റ് ഒന്നും കൊടുക്കണ്ട, ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഫോൾഡറിലുള്ള ടെക്സ്റ്ററിൽ പോവുക, ജസ്റ്റ് Ctrl+A അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതാ 125 എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ആവട്ടെ. ഓക്കെ, സേവ് ആയി കഴിഞ്ഞു. ഒക്കെ നമ്മൾ HQB റിം പാക്ക് അത് നമ്മൾ കഴിഞ്ഞ്. നെക്സ്റ്റ് നമ്മൾ JDM ഇൻസ്റ്റാൾ ആക്കാൻ വെരി സിമ്പിളാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മോഡ്സ് കയറുക, GTA5 പോവുക, മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് കൊണ്ടുവന്ന് നമ്മളതാ ഈ JDM റിംസ് എന്ന് പറയുന്ന ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ദെൻ നിങ്ങൾ GTA5 ഡയറക്ടറി പോവുക, മോഡ്സ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോവുക. ഓക്കെ, ഡാറ്റയിൽ പോയി കഴിഞ്ഞിട്ട് DLC list.xml റൈറ്റ് ക്ലിക്ക് അടിച്ച് എഡിറ്റ് കൊടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ പോവാം. അതാ നിങ്ങൾ ഇപ്പോൾ റിയൽമി എടുത്ത് നോക്കിയാണ് എക്സ്ട്രാ ടൈറ്റിൽ അപ്ഡേറ്റ് അതൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് വെറും ഇത് മാത്രമേ ചെയ്യാനേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇവിടെയുള്ള ആരോ ക്ലിക്ക് ചെയ്യണ്ട, ആരോൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിൽക്കുക നമ്മളെ പോയിൻ്റർ. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് Ctrl+D അടിക്കുക. D അടിച്ചിട്ട് നടുവുള്ള സാധനം പോക്കിയിട്ട് അവിടെ Ctrl+V അടിക്കുക. അപ്പോൾ അതാ JDM റിംസ് എന്ന് പറയുന്ന ഇത് പേര് ഇവിടെ തന്നെ വന്നല്ലോ. ഇനി നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ JDM റിം പാക്കും അതും കഴിഞ്ഞു. ഓക്കെ, അത് സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു മോഡ് കാർ മോഡൊക്കെ കയറ്റുന്ന പണിയാണുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഫ് റോഡ് ബി റിം പാക്ക് എന്ന് പറയുന്ന ഈ ഒരു മോഡ് എങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു മോഡ് ചെയ്യാനും നേരത്തെ അതിനെ കുറച്ച് ടഫാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് ആഡ് ഓൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആഡ് ഓൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് പോവാം, X64 നമുക്ക് ഫസ്റ്റ് ഗെയിം ഫോൾഡറിൽ കയറാം. മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, X64 പോവാം, DLC പാക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ പോവാം, അപ്ഡേറ്റ് പോവാം, X64. ഓക്കെ, ഈ ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് റിം പാക്ക് ഫയൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GTA5 ഡയറക്റ്റ്ലി പോവാം, മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക. നമുക്ക്
കോമണിൽ പോവുക, ഡാറ്റയിൽ പോവാം. ഓക്കെ, DLC list.xml ലെഫ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ച് എഡിറ്റ് അടിക്കുക. എഡിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാണ്. റീനെയിം ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ ലാസ്റ്റ് വരിക, Ctrl+D, നടുവിലത്തെ പോക്കുക, Ctrl+V. അത്ര ആൾ കഴിച്ച DLC പാക്കിൻ്റെ കഴിഞ്ഞ്. ഇനി DLC പാച്ചാണ്. GTA 5 ഡയറക്ടറി പോവാം, മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, update.rpf പോവാം, DLC പാച്ച് പോവാം. DLC പാച്ചിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടെ വന്ന് ഓഫ് റോഡ് റിം പാക്സ് എന്ന് പറയുന്ന സാധനം വന്ന്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റീഡ്മി എടുത്തിട്ട് എക്സ്ട്രാ ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു ഇത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GTA 5 മെയിൻ ഡയറക്ടറി പോവാം, അപ്ഡേറ്റ് സോറി മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോവുക. എന്നിട്ട് അടിയിൽ എക്സ്ട്രാ ടൈറ്റിൽ എക്സ്ട്രാ ടൈറ്റിൽ update.meta എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ, update.data.meta ആ ഒരു ഫോൾഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ച് എഡിറ്റ് കൊടുത്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോവാം. അടിയിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഈ ആരോൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുക, കേസർ വെക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക, Ctrl+V അടിക്കുക. എന്നിട്ട് മുകളിലുള്ള ഈ ഒരു ഇവിടെ കൊണ്ടുവന്നൊക്കെ ഒന്ന് ബാക്ക് സ്പേസ് അടിക്കാം, റിമൂവ് ചെയ്യുക. ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, ഒറ്റ ടൈം ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, അപ്പോൾ റെഡിയാവും. എന്നപ്പോൾ DLC പാച്ചും റെഡിയായി. നെക്സ്റ്റ് ടെക്സ്ചറാണ്. ടെക്സ്ചർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്തപ്പോൾ തന്നെ GTA 5 പോവാം, മോഡ്സ് പോവാം, GTA 5 ഡയറക്ടറി പോയിട്ട് മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, X64 പോവാം, DLC പാക്ക് പോയിട്ട് അവിടെ പാച്ച് ലൈൻ ING ആണെന്ന് ഫയല് പാച്ച് ലൈൻ ING ഓപ്പൺ ആക്കുക, DLC.rpf പോവുക, X64 പോവാം, ലെവൽസ് പോവാം, GTA 5 പോവാം, GTA vehicle.rpf പോവാം, അവിടെ അവിടെ പോയി VShare.ytd അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇതിലുള്ള ടെക്സ്ചർ ഫുൾ നമ്മൾ Ctrl+A അടിക്കുക, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ എന്താ 143 എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ആയി വരട്ടെ. ഓക്കെ സേവ് ആയി വന്നു. അപ്പോൾ ഓഫ് റോഡ് റിം പാക്കും നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളുള്ള വൂസൻ്റെ മൂന്ന് ഫയലാണ്. ഓക്കെ, 3 ഫയലാണ്. ഏകദേശം ഇപ്പം തന്നെ ഏകദേശം 22 മിനിറ്റ് ആയി കേസ്. ഓക്കെ, വീഡിയോ ഇതുകൂടി കഴിയണം, 3 കൂടി ഇനിയും കഴിയണം കേസ്. ഓക്കെ, 3 നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഫയൽ എന്ന് വെച്ചാൽ വൂസൺ റിം പാക്ക്. ഓക്കെ, ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൽ കയറി നേരം എന്താ വൂസൺ റിം പാക്ക് അഡോൺ ആൻഡ് റിപ്ലേസ് എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ആക്കുക. എന്നിട്ട് അഡോണിൽ പോവാം. അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ മോഡ്സ് കയറുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് പോവുക, വൂസൺ റിം പാക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാ ഇവിടെ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ GTA 5 ഡയറക്ടറി പോവുക, നമ്മൾ DLC പാച്ച് ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കോപ്പി ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോയിട്ട് ഏറ്റവും അടിയിൽ പോയിട്ട് DLC list.xml എഡിറ്റ് ചെയ്തിട്ട് അടിയിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് Ctrl+D, നടുവിലത്തെ പോക്കുക, Ctrl+V. ഓക്കെ, അത്രേ ഉള്ളൂ കേസ്. ഓക്കെ, നെക്സ്റ്റ് DLC പാച്ചാണ്. DLC പാച്ച് ജസ്റ്റ് മോഡ്സ് പോവുക, ഓപ്പൺ റാനിൻ്റെ പ്രോബ്ലം അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇത് നിർത്താണ്ട് നമ്മൾ ചെയ്യാണല്ലോ. അപ്പോൾ ഈ ഓപ്പൺ ക്രാഷ് ആയതാണ് സംഭവം. ഒന്നുകൂടി ചെയ്യാം, നോ പ്രോബ്ലം. ഈ ഫയൽ ഒന്നുകൂടി ചെയ്യേണ്ട വരും. നോക്കട്ടെ, നമുക്കിത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പം ചെയ്ത ഫയല് ഒക്കെ റെഡി ആയോ ജസ്റ്റ് നോക്കാം. ആണ് നമ്മൾ ഇത്രയും തോന്നെ ഫയൽ ഇങ്ങോട്ടാക്കിയില്ല, അതാണ് തോന്നുന്നത്. ഐ തിങ്ക് സോ. ഓക്കെ, യൂസർ ഇമ്പാക്ട് വന്ന് നെക്സ്റ്റ് നമ്മൾ DLC പാച്ച് കൊണ്ടുപോയിടേണ്ടതാണ്. GTA 5 ഡയറക്ടറി പോവാം, മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, update.rpf പോവാം, DLC പാച്ച് പോവാം. DLC പാച്ച് നെക്സ്റ്റ് നമ്മളെ വിൻറാറ് പോയിട്ട് DLC പാച്ച് ഇതിലുള്ള നമ്മൾ ജസ്റ്റ് യൂസർ റിം പാക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ വന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് GTA 5 ഡയറക്ടറി പോവാം, മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, update.rpf പോവാം, കോമണിൽ പോവാം, ഡാറ്റയിൽ പോവാം.
ഡാറ്റയിൽ പോയി കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈറ്റിൽ എവിടെ പോയി? ടൈറ്റിൽ അപ്ഡേറ്റ് മീറ്റ അല്ല അപ്ഡേറ്റ് ഡാറ്റ ഡോട്ട് മീറ്റ. അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് അടിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഏറ്റവും അടിയിലേക്ക് പോവാം. അടിയിലേക്ക് പോയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ റീഡ്മി ഫയൽ ഓപ്പൺ ആക്കുക. റീഡ്മി ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഐറ്റം ഈ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഐറ്റം മുതൽ അടുത്ത ഐറ്റം വരെയുള്ള കോപ്പി ചെയ്യിക്കാം. നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഓക്കെ. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചിട്ട് ജസ്റ്റ് Ctrl+V അടിക്കുക. ലാസ്റ്റ് കൊണ്ടുവന്ന് ബാക്ക് സ്പേസ് അടിക്കുക, സേവ് അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്ചറിൻ്റെ പാക്കാണ്. ടെക്സ്ചറിൻ്റെ പാക്ക് ഇടാനും ബോർഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് പോവുക, പാച്ച് ഡേ 9 ഓപ്പൺ ആക്കുക, DLC.rpf പോവുക, X64 പോവുക, ലെവൽസ് പോവുക, പാച്ച് GTA 5 പോവുക, vehicle.rpf പോയിട്ട് VShare YTD ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഈ ടെക്സ്ചർ ഫുൾ നമ്മൾ ജസ്റ്റ് Ctrl+A അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അതിപ്പോൾ ജസ്റ്റ് കൂടെ ഇല്ലെങ്കിലും നോക്കണ്ട ഗൈസ്. ഓക്കെ, കൂടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഓക്കെ. ജസ്റ്റ് നോട്ട് റെസ്പോണ്ടിങ് ഒക്കെ വരും, ഒന്നും നോക്കണ്ട ഗൈസ്. ഇത് ഫയൽ ആട്ടും കൊട്ടും ആന്നാണ്, അല്ല ആട്ടും കൊട്ടും അല്ല, ഇത്രയും ലെങ്ത് ഉള്ള ഫയൽ നമ്മൾ അങ്ങോട്ട് ആക്കണ ആന്നാണ്. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ ഫയൽ കഴിഞ്ഞ് നെക്സ്റ്റ് രണ്ടാമത്തെ ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. വൂസംബി റിംഗ് പാക്കിൻ്റെ രണ്ടാമത്തെ ഫയൽ. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുക, ആഡ് ഓൺ കൊടുക്കുക. എന്നിട്ട് GTA 5 മെയിൻ ഡയറക്ടറി പോവാം, മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, X64 പോവാം, DLC പാക്ക് കൊണ്ടുവന്ന് നമ്മൾ അപ്ഡേറ്റ് പോവാം. X64 നമ്മളെ വിൻസാറിൽ അപ്ഡേറ്റ് പോയിട്ട് X64 പോയിട്ട് DLC പാക്കിൽ ഈ വൂസംബി റിംഗ് പാക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ജസ്റ്റ് റീനെയിം ചെയ്ത് പേരൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. പേര് കോപ്പി ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഡയറക്ടറി പോവാം, മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, update.rpf പോവാം, കോമൺ പോവാം, ഡാറ്റയിൽ പോവാം, DLC list.xml പോയിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ട് Ctrl+D നടുവിലത്തെ പേര് പോക്കുക, Ctrl+V. ഓക്കെ, അതും കഴിഞ്ഞിട്ട് നമ്മൾ സേവ് കൊടുക്കുക. GTA 5 ഡയറക്ടറി പോവാം, മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, update.rpf പോവാം, DLC പാച്ചിൽ അടുത്ത ഫോൾഡർ നമ്മൾ DLC പാച്ചാണ്. DLC പാച്ച് കയറാം. DLC പാച്ച് കയറുന്നത് വൂസംബി റിംഗ് പാക്ക് ഇതിൻ്റെ അകത്തുള്ള DLC പാച്ചിലും കൂടി കയറുക. എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൂസംബി റിംഗ് പാക്ക് 2 വന്ന്. നെക്സ്റ്റ് നമ്മൾ GTA 5 മെയിൻ ഡയറക്ടറി പോവാം, മോഡ്സ് പോവാം, അപ്ഡേറ്റ് പോവാം, update.rpf പോവാം, കോമൺ പോവാം, ഡാറ്റയിൽ പോവാം. എന്നിട്ട് എക്സ്ട്രാ ടൈറ്റിൽ അപ്ഡേറ്റ് ഡാറ്റ ഡോട്ട് മീറ്റ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അടിയിലേക്ക് പോവാം. ഓക്കെ, ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ഇവിടെ നിന്നാണ് സ്പേസ് ആണ്. ഓക്കെ, ഏറ്റവും അടിയിലേക്ക് പോയിട്ട് റീഡ്മി എടുക്കുക. റീഡ്മിയിൽ എടുത്തിട്ട് ഈ ഒരു ഐറ്റം എന്ന് പറയുന്ന ഒരു ഫോൾഡർ, ഈ ഐറ്റം എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോക്കുക. ഈ ഐറ്റം മുതൽ അടുത്ത ഐറ്റം വരെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് നെക്കി പിടിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് Ctrl+V അടിക്കുക, കോപ്പി ചെയ്തിട്ട് ഈ ഒരു ആരോൻ്റെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റർ അടിച്ചിട്ട് Ctrl+V എന്നിട്ട് നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത ഈ ഒരു ഐറ്റത്തിൻ്റെ ഈ ആരോൻ്റെ ഇവിടെ ബാക്ക് സ്പേസ് അടിക്കാം. ഓക്കെ, ഈ നീല കളർ വരും, അവിടെ നമ്മൾ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് കറക്റ്റ് ലെവലാക്കാം. ഓക്കെ, ലെവലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ടെക്സ്ചറാണ്. മോഡ്സ് പോവാ, GTA 5 ഡയറക്ടറി പോയിട്ട് മോഡ്സ് പോവാ, അപ്ഡേറ്റ് പോവാ, X64 പോവാ, DLC പാക്ക് പോവാ, പാച്ച് ഡേ 9 പാച്ച് ഡേ 9 ഓക്കെ, അത് എടുക്കുക. DLC.rpf പോവാ, X64 പോവാ, ലെവൽസ് പോവാ, GTA 5 പോവാ, vehicle.rpf പോവാ, VShare YTD ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടെക്സ്ചറിൽ പോവാ, ജസ്റ്റ് Ctrl+V അടിക്കുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇത് കൂടുന്നു കുറയുന്നൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആക്കുക ഗൈസ്. ഓക്കെ, സേവ് ചെയ്തിട്ട് ഓക്കെ ഗൈസ്, സേവ് ആയി വന്നു. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റത്തെ ഫയലാണ് വൂസംബി റിംഗ് പാക്ക് 3 ആണ്. അത് നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആക്കുന്ന നേരം അഡോൺ നെക്സ്റ്റ് അത് ഇങ്ങനത്തെ ഫോൾഡർ ഓപ്പൺ ആയി വരും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അഡോൺ കൊടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ എക്സ്ട്രാ ടൈറ്റിൽ ഇല്ല ഗൈസ്. ഓക്കെ, ഇതിൽ എക്സ്ട്രാ ടൈറ്റിൽ ഇല്ല, അപ്പോൾ കുറച്ചുകൂടി സിമ്പിളാവും. എന്നിട്ട് നിങ്ങൾ മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് പോവുക. എവിടെയും തന്നെ മോഡ്സ് പോവുക, X64 പോവുക, DLC പാക്ക് പോവുക. ഇവിടെ BB റിംഗ്സ് 3 എന്ന് അറിയുന്ന ഫോൾഡർ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അതാ ഇവിടെ വന്നു. നെക്സ്റ്റ് നിങ്ങൾ GTA 5 പോവുക. GTA 5 മെയിൻ ഡയറക്ടറി പോയിട്ട് ടെക്സ്ചർ എന്ന് പറയുന്ന ഫോൾഡർ വരും. നെക്സ്റ്റ് ടെക്സ്ചർ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് എക്സ്ട്രാ ടൈറ്റിൽ ഇല്ല. ഓക്കെ, അത് സോറി അതിന് മുമ്പായിട്ട് നമ്മൾ മറ്റേ സാധനം ശരിയില്ല ഗൈസ്. ഓക്കെ, ഇത് റീനെയിം ചെയ്ത്
ഇത് റീനെയിം ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന സാധനം DLC പാക്കിൽ ജസ്റ്റ് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്തിട്ട് മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, update.rpf പോവുക, കോമണിൽ പോവുക, ഡാറ്റയിൽ പോയിട്ട് DLC list.xml കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് പോയി Ctrl+D അടിച്ചിട്ട് നടുവിലത്തെ സാധനം പോക്കിയിട്ട് ജസ്റ്റ് Ctrl+V അടിക്കുക. ഓക്കെ, VB റിംഗ്. നെക്സ്റ്റ് നമ്മൾ ടെക്സ്ചർ കൊണ്ടുവന്നിടേണ്ടതാണ്. ടെക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് പോവാം. ഓക്കെ, ഇതാണ്. നെക്സ്റ്റ് മോഡ്സ് പോവുക, അപ്ഡേറ്റ് പോവുക, X64 പോവുക, DLC പാക്ക് പോവുക, പാച്ച് ഡേ 9NG എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ഈ ഒരു ഫോൾഡർ കയറുക, DLC.rpf പോവുക, X64 പോവുക, ലെവൽസ് പോവുക, GTA 5 പോവുക, vehicle.rpf പോവുക, vshare YTD എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇതിലുള്ള ടെക്സ്ചർ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് Ctrl+A അടിച്ചിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് അടിക്കുക. സേവ് അടിച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, നോക്കി കണ്ട് ചെയ്യാം. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗെയിം എടുക്കുക. ഞാനിപ്പോൾ ഗെയിം എടുക്കുന്നില്ല, എനിക്ക് എൻ്റെ ഗെയിമിൽ ഇപ്പോൾ ടെക്സ്ചർ ബഗ് ഉണ്ടാവും, കാരണം എൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോൾഡറൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താളോ. ഓക്കെ, ഈ ഒരു ഫോൾഡർ ഇനി വേണ്ട, നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇനി ഒന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഗെയിം ഓപ്പൺ ആക്കുക. ഗെയിം ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എന്താക്കാന്ന് അറിയും. ഗെയിം ഓപ്പൺ ആക്കിയിട്ട് ഏതെങ്കിലും സ്പൂണർ എടുത്തോ മെനു വെച്ചോ, ഞാൻ ലാസ്റ്റ് അങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ വെഹിക്കിളിൻ്റെ അലോവിയിൽ സ്പൂണാക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ സ്കിപ്പ് അടിച്ച് നോക്കി അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നേരം ചിലവർക്ക് ഈ ഒരു എല്ലാ മോഡും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, എല്ലാ അലോവിയലിൻ്റെ മോഡും എടുത്ത് നോക്കുക. അപ്പോൾ ചിലവർക്ക് ജസ്റ്റ് ടെക്സ്ചറിൻ്റെ ബഗ് ഉണ്ടാവില്ല. ഓക്കെ, ചിലവർക്ക് അലോവിയിൽ കറക്റ്റായിട്ട് വരും. ഓക്കെ, ടെക്സ്ചർ ബഗ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ യൂസ് ചെയ്യുന്നവർക്കൊക്കെ, ലൈക്ക് ക്രാക്ക് യൂസ് ചെയ്യുന്ന പഴയ ക്രാക്ക് വേർഷനൊക്കെ യൂസ് ആക്കുന്നവർക്കൊക്കെ ഇത് ബഗ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ബഗ് വരും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അലോയിലിൻ്റെ മോഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇത് ടെക്സ്ചറിൻ്റെ പ്രോബ്ലം എങ്ങനെ ഫിക്സ് ആക്കാനാണ്. ടെക്സ്ചറിൻ്റെ ലൈക്ക് നിങ്ങൾക്കിപ്പോൾ ഗെയിം ഹയർ വേർഷൻ ഗെയിമൊക്കെ ആണെങ്കിൽ GTA 5ൻ്റെ ടോപ്പ് മോഡൽ അപ്ഡേറ്റഡ് വേർഷനൊക്കെ ആണെങ്കിൽ ഈ ടെക്സ്ചർ ഓവർലാപ്പിങ് ടെക്സ്ചറിന് പ്രശ്നമൊക്കെ വരും. ലൈക്ക് അലോവിയിൽ ഇതിപ്പോൾ ഒരു അലോവിയിലാണെങ്കിൽ ഇതിൻ്റെ കളർ ഒന്നായിട്ട് വേറെ ജാതി, ടയറിൻ്റെ കളറൊക്കെ ഒന്നായിട്ട് ലൈക്ക് കുറച്ച് ബാഡായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാനാണ് നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത് കേസ്. നേരത്തെ നമ്മൾ വീലിൻ്റെ മോഡ് കയറ്റി, ഇനി അതെങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും മോഡാണല്ലോ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. HQ റിമ്മും JDM ഓഫ് റോഡും പൂസണം. അതിലുള്ള ഈ JDM ഒഴിച്ച് ബാക്കി JDMൽ ആ പ്രശ്നം വരത്തില്ല. ഓക്കെ, JDMൽ ആ പ്രശ്നം വരത്തില്ല, കാരണം JDM ഒരു അഡോൺ ഫയലാണ്. ലൈക്ക് അഡോൺ ആണ് എല്ലാം, ബട്ട് ഇതിൽ ജസ്റ്റ് മറ്റേ ടെക്സ്ചറിൻ്റെ പ്രശ്നം വരത്തില്ല. ഇപ്പോൾ HQ ബി റിം പാക്കും അതിലത്തെ 2 ഫയൽ നമ്മൾ എന്താക്കണം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ടു കൊടുക്കുക. അടുത്ത 2 ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, 2 ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വൂസണിൽ ഇപ്പോൾ 3 ഫയലുണ്ട്. ആ 3 ഫയൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. 3 ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. പോയി. ഓക്കെ ഗൈസ്, 3 ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒന്നുള്ളതെന്ന് വെച്ചാൽ ഓഫ് റോഡാണ്. ഈ ഓഫ് റോഡത്തെ ഒരു ഫയൽ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ സിമ്പിൾ എന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം വെയിറ്റ് ആണ് ഗൈസ്, അലോവിലിൻ്റെ മോഡല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന HQ ബി റിം പാക്കിൻ്റെ 2 എണ്ണമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ഐ വി ചെയ്യണം ഗൈസ്. ഓക്കെ, ഓപ്പൺ ഐ വി, എന്നിട്ട് ഇത് വിൻഡോസ് കൊടുത്ത് GTA 5 ലോഞ്ച് ആക്കുക. നേരത്തെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഗെയിമിൽ ആഡ് ഓണൊക്കെ വർക്കായി, ഇപ്പോൾ വീലൊക്കെ വന്നിട്ടുണ്ടാവും. ബട്ട് നമുക്ക് ടെക്സ്ചർ നന്നായിട്ട് പൊട്ട ടെക്സ്ചറിൻ്റെ ആദ്യം കേസ് നിൽക്കുക. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ ഈ എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്ത് യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് ഇവിടെ പോയി. ഓക്കെ ഓക്കെ, ഇതാ ഗൈസ്. ഓക്കെ, ദെൻ നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യാം. അല്ലേ വേണ്ട, നമ്മൾ Ctrl+F3 അടിച്ചാൽ ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് vshare സെർച്ച് ചെയ്യുക. vshare.ytd എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ നമുക്ക് മറ്റേ തന്നെ സെർച്ച് ചെയ്യാം. Ctrl+F3 അടിച്ചിട്ട് ഇവിടെ നമുക്ക് വി ഷെയർ സോറി vshare.ytd സെർച്ച് ചെയ്യാം. ഓക്കെ തെറ്റിപ്പോയി. ഓക്കെ ഇവിടെ തന്നെ സെർച്ച് ചെയ്യാം ഗൈസ്. ഓക്കെ ഇവിടെ തന്നെ സെർച്ച് ചെയ്യാം vshare.ytd. ഓക്കെ സെർച്ച് കൊടുക്കുന്ന ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ലോഡായി കഴിഞ്ഞാൽ ഏകദേശം 14 ഫയൽസ് ഉണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സെർച്ച് ഏരിയ ഉണ്ടാവുമല്ലോ, ഈ സെർച്ച് ഏരിയ നമ്മൾ സെർച്ച് എവരിവെയർ ആക്കി കൊടുക്കുക. ഓക്കെ ഗെയിം ഫോൾഡർ മോഡ് ഫോൾഡർ ആണെങ്കിൽ സെർച്ച് എവരിവെയർ ആക്കുക. ഫയൽ ഓഡിറ്ററൊക്കെ ആണെങ്കിൽ ഫയൽസ് ആൻഡ് ഫോൾഡർ കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 14 ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ ഇതിലുള്ള എല്ലാ ഫോൾഡറും ലൈക്ക് എല്ലാ vshare.ytdയിലും നമ്മൾ എന്താക്കണം, ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു kbps കാണുമല്ലോ, കാരണം ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഇതിലുള്ള HQ pack ഉണ്ടാവുമല്ലോ, ഇതിലുള്ള അഡോൺ ടെക്സ്ചർ, ഇതിനകത്തുള്ള ഈ ഒരു ലൈക്ക് ഡെസ്റ്റിനേഷൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അത് കോപ്പി ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് Ctrl+C അടിക്കുക, കോപ്പി ആയി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു vshare.ytd കയറിയിട്ട് ഇവിടെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ലൈക്ക് ഇവിടെ കൊണ്ടുവരിക, Ctrl+V അടിക്കുക, അപ്പോൾ വരും. എന്നിട്ട് എൻ്റർ അടിക്കുന്ന നേരം എന്താ ആ ഒരു ഫോൾഡർ വന്നു. ആ ഫോൾഡർ വന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഇതാ ഇങ്ങനെ ചെയ്യാനും പറ്റും. HQ pack ഒന്നാമത്തെ അഡോൺ ടെക്സ്ചർ. ഓക്കെ എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്ത് കണ്ട് Ctrl+A അടിച്ചിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് നിങ്ങൾ സേവ് കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് സേവ് കൊടുക്കുക. അങ്ങനെ എല്ലാ ഫയലും കയറിയിട്ട് ഈ ഓപ്പൺ കൊടുക്കുക, സേവ് അടിക്കുക ഒക്കെ ചെയ്യണം ഗൈസ്. ഇതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ ഒരു ഫയലിൽ തന്നെ എല്ലാം നമ്മൾ ചെയ്യാണ്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒന്നുകൂടി vshare.ytd ഓപ്പൺ ആക്കി ഇമ്പോർട്ട് കൊടുത്തു. മോഡ്സ് പോവുക, സോറി HQ pack 3 ടെക്സ്ചർ ഒക്കെ എടുക്കുക, ഓപ്പൺ എടുക്കുക. ഇതല്ലേ നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. ഇതിലത്തെ എല്ലാ ടെക്സ്ചറും അത് വേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ റൈറ്റിങ് ആയി കണ്ട് ഒന്നായിട്ട് പണി കിട്ടാൽ മതി ഗൈസ്. നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ ഇത് ജസ്റ്റ് എല്ലാത്തിലും ഫോളോ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഗെയിംസും മോഡ്സിൽ ഇനി HQ റിം കഴിഞ്ഞ് നെക്സ്റ്റ് ഓഫ് റോഡാണ്. ഓഫ് റോഡ് കയറിയിട്ട് അഡോൺ ടെക്സ്ചർ Ctrl+A ഓപ്പൺ സേവ് ഒക്കെ നമ്മൾ സേവ് കൊടുത്ത് ചെയ്യേണ്ടതാണ്. അമ്മേ പോയിടാ. ഇതിലാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലെ നിങ്ങൾ ഇത് പോക്കണമില്ല. ഓക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്യാം. അടുത്ത വൂസനാണ്, വൂസണിലുള്ള എല്ലാം നിങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ അവിടെ vshare ലൈക്ക് നിങ്ങൾ കാണിച്ചു തരാം. അതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തന്നെ നല്ല ലെങ്ത് ആയിക്കോക്കെ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഒന്നിലാണല്ലോ ചെയ്ത്, ഈ ഒന്നിൽ തന്നെ നമ്മളെല്ലാം ചെയ്യണം ഗൈസ്. ഓക്കെ എല്ലാം ചെയ്യണം. ലൈക്ക് ഞാനിപ്പോൾ വൂസൻ്റെ ഒന്ന് മാത്രമാണല്ലോ ചെയ്ത്. ലൈക്ക് വൂസൻ എല്ലാം ചെയ്യുക ഗൈസ്. മൂന്നാമത്തെ ഫയലും ആക്കി, രണ്ടാമത്തെ ഫയലും ആക്കി, നെക്സ്റ്റ് ഒന്നാമത്തെ ഫയലാണ്. നമ്മളിപ്പോൾ തല കുത്താനാണ് ചെയ്യുന്നത് ഗൈസ്. എന്ത് പറയാനാണ് ഗൈസ്. ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഒന്നുകൂടി vshare ഓപ്പൺ ആക്കി ഇമ്പോർട്ട് കൊടുത്തു. അടുത്ത വൂസൻ 1 അഡോൺ ടെക്സ്ചർ Ctrl+A ഓപ്പൺ സേവ്.
ഗൈസ് ഇതുപോലെ തന്നെ എല്ലാ ഫയലും നിങ്ങൾ ചെയ്യണം ഗൈസ്. ഓക്കെ, ഇത് എല്ലാ ഫയലും ലൈക്ക് JDM ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ടെക്സ്ചർ ഗൈസ് ഇങ്ങനെ ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തേമിന് കിട്ടാൻ വേണ്ടി ഇവിടെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ അതായത് രണ്ടാമത്തെ വരും. ഓക്കെ, രണ്ടാമത്തേലും അതുപോലെ തന്നെ ചെയ്യുക. എല്ലാത്തിൻ്റെ ലൈക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിൻ്റെ എവിടെ പോയി HQB റിംപാക്കും എല്ലാത്തിൻ്റെ ലൈക്ക് ഓഫ് റോഡ് വൂസാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ ചെയ്യാം. എല്ലാത്തിൻ്റെ നമ്മൾ ചെയ്തിട്ട് ലൈക്ക് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം ഏതൊന്ന് ലൈക്ക് YTD നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്താ ഇതിൽ നീല കളറിൽ മാത്രം ചെയ്താൽ പോലെ ഗൈസ്. ഇതിലുള്ള ഫുൾ സാധനത്തിനും ഏറ്റവും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഫയലിനും ഇത് ചെയ്യണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഗൈസ്. ഓക്കെ, ലാസ്റ്റുള്ള എല്ലാ ഫയലിനും ചെയ്യണം. ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ഒക്കെ ഞാൻ ചെയ്തൊക്കെ കണ്ടില്ലേ. അടുത്ത് ഞാൻ ചെയ്തിട്ട് അങ്ങനെ എല്ലാത്തിനും ചെയ്താൽ നിങ്ങൾ ടെക്സ്ചറിന് ഒരു പ്രശ്നം വരത്തില്ല ഗൈസ്. ഓക്കെ, 100% ഷുവർ അറിയാം. എല്ലാത്തിനും ചെയ്യണം ഗൈസ്. ഓക്കെ, എല്ലാത്തിനും ചെയ്യണം. എന്തെങ്കിലും ഒന്ന് മിസ്സായിപ്പോയാൽ ഒക്കെ പോയി. നിങ്ങൾ ഒന്ന് മിസ്സായി എങ്ങാണ്ട് നോക്കാണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് 40ൻ്റെ മുകളിൽ KB ലൈക്ക് ഇപ്പോൾ ഇത് 40 ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ നിങ്ങളൊന്നുകൂടിയും വിഷയം YTD നിങ്ങൾ എല്ലാം ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി ആക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എല്ലാത്തിനും 40ൻ്റെ മുകളിൽ KB ഉള്ള ലൈക്ക് 30 KB ഒക്കെ ആണെങ്കിൽ ആയില്ല എന്നാണ്. ഓക്കെ, 40ൻ്റെ മുകളിൽ KB വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടെക്സ്ചർ ആയി എന്ന് ഉറപ്പ് വരുത്താൻ പറ്റൂ. ലൈക്ക് 20 ആണെങ്കിൽ വർക്ക് ആയില്ല. 20 ആണെങ്കിൽ അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ റെഡിയാവും ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ ഗെയിം കയറി ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ BMW ആണ് എടുത്തത്. BMW കാറിൻ്റെ ഇത് നോക്കാം. ഓക്കെ, കാറ് എന്താ പറയുക, കാറിൻ്റെ അലോവിയിൽ നമുക്ക് ജസ്റ്റ് നോക്കാം ടെക്സ്ചറിൻ്റെ പ്രശ്നം പോയോ ഇല്ലേന്നൊക്കെ. നമുക്ക് നല്ല സ്ഥലം നോക്കിപ്പോ. That's dumb luck right there. ഓക്കെ ഗൈസ്, നമ്മൾ നോക്കാം. ഓക്കെ, കാറിൻ്റെ ലൈക്ക് കാറിൻ്റെ അലോയിൽ റെഡി ആയോ. ഞാൻ യൂസ് ചെയ്യുന്ന കോൺവിയാണ്. കോൺവിൻ്റെ ട്രെയിനറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ മെനുവിലും ചെയ്യാൻ പറ്റും. ഓക്കെ, മെനുവിൽ വീൽസിൽ സ്പോർട്സിൽ നിങ്ങൾക്ക് സ്പോർട്സിൽ ലൈക്ക് അഡോൺ ഇതൊക്കെ നമ്മൾ അഡോൺ വീലാണ്. ഓക്കെ, ഇതൊക്കെ അഡോൺ വീലാണ്. നമുക്ക് ഇതിൽ ചെയ്യാനാണ് കുറച്ചുകൂടി നല്ല. വെഹിക്കിളിൽ ട്യൂണിങ് പാർട്ടിൽ വെഹിക്കിൾ അഡോണ്. അവിടെ സ്പോർട്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഏതൊക്കെ അലോവിയിലുണ്ട്. ചിലതൊക്കെ നമ്മൾ ഈ സ്പോർട്സിൽ നമ്മളെ നോർമൽ അലോവിയിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ കുറച്ച് ലോ എൻഡ് ആണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇത് ലോഡായി വരാൻ. BBSൻ്റെ നിസ്മുണ്ട്.
4 ടയർ ഈ ഒരു അലോവിയിലുണ്ട്. പിന്നെ ഏതാ ഉള്ളത് നോക്കട്ടെ. ഇത്രയും മോഡാണ് കേസ് നമ്മൾ സ്പോർട്സിലുള്ള. നെക്സ്റ്റ് നമുക്ക് ഓഫ് റോഡിൽ നോക്കാം. ഓക്കെ, ഓഫ് റോഡ് നോക്കാം. ഓക്കെ, ഈ ഓഫ് റോഡിൽ ഇത്രയും മോഡാണല്ലോ. നമ്മളിപ്പോൾ സ്പോർട്സിൽ ലൈക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് നോക്കി വെച്ച് അല്ല ഗൈസ്, ഇതല്ല, ഇവിടെ അല്ല. യെസ്, നമുക്കിപ്പോൾ ഇതിടായിക്കേ. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടയർ ഒന്ന് റെഡിയാക്കാൻ നമുക്ക് വേണമെങ്കിൽ വി സ്റ്റാൻസർ യൂസ് ആക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു അഡോൺ ടയർ ആണല്ലോ. അപ്പോൾ നമുക്ക് വി സ്റ്റാൻസർ യൂസ് ചെയ്ത് സസ്പെൻഷനും ലൈക്ക് നമ്മൾ ട്രാക്ക് എടുത്ത് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഈ ഒരു കാറിൻ്റെ മോഡിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയുക. ഓക്കെ, ഞാൻ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ കേസ്. ഓക്കെ, ഇതാണ് കേസ് കാറിൻ്റെ അലോവിയിലെ കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഓക്കെ, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.